70 വയസ്സ് കഴിഞ്ഞ് കീമോ താങ്ങാനാവാതെ വീണ്ടും എഴുന്നേറ്റ് ആയുർവേദത്തിന്റെ സഹായത്തോടെ വെറും 5 മാസത്തിനുള്ളിൽ തന്നെ ക്യാൻസറിനെ തോൽപ്പിച്ച VSR മൂർത്തിയുടെ വിജയത്തിന്റെ കഥയാണിത്. VSR മൂർത്തി അദ്ദേഹം ഒരു റിട്ടയേർഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആണ്. 79 വയസ്സാണ് അദ്ദേഹത്തിന്. വളരെ ഊർജ്ജസ്വലനായ അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. 2022 റിട്ടയേർഡ് ആയതിനു ശേഷം അദ്ദേഹം ഹൈദരാബാദിലേക്ക് പോയി. എന്റെ പേര് VSR മൂർത്തി. എനിക്ക് 79 വയസ്സാ. എനിക്ക് 5 പെൺകുട്ടികളാ. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് കുടുംബമായിട്ട് ജീവിക്കുന്നു. എനിക്ക് അമ്മയുമുണ്ട്. അമ്മയ്ക്ക് 101 വയസ്സാ. ഞാൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറായിട്ട് റിട്ടയർ ആയ ഒരാളാ. ഒറീസയിലായിരുന്നു ജോലി. ഒറീസയിൽ നിന്ന് 2002 റിട്ടയറായി. വിരമിച്ചതിന് ശേഷം ഹൈദരാബാദിൽ സെറ്റിൽ ചെയ്തു. ജീവിതത്തിലെ എല്ലാ ബാധ്യതകളും തീർത്ത് തന്റെ ശിഷ്ടജീവിതം സമാധാനത്തോടെ ജീവിക്കുന്ന ഈ മൂർത്തിയുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടായിരുന്നു പെട്ടെന്നൊരു ദുരനുഭവം കടന്നു വന്നത്. അതിന്റെ പേരായിരുന്നു റെക്ടൽ ക്യാൻസർ. ഒക്ടോബർ 31, 2022. എന്നത്തെയും പോലെ അന്നും മൂർത്തി രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ ജോലികൾ ചെയ്തു തീർത്ത് അദ്ദേഹം പുറത്തേക്കിറങ്ങി. എല്ലാം നല്ല രീതിയിലാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് അദ്ദേഹത്തിന് ബ്ലീഡിംഗ് തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങളിലെല്ലാം രക്തം പുരണ്ടു. ഒക്ടോബർ 31, വർഷം 2022. അന്ന് ഞാൻ എപ്പോഴും പോകുന്നത് പോലെ പുറത്തൊക്കെ പോയി വന്നു. അപ്പോഴാണ് ബ്ലീഡിംഗ് കൂടിയത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലീഡിംഗ് വരുന്നതെന്ന് ആലോചിച്ച് ഞാനാകെ പേടിച്ചു പോയി. 2 പ്രാവശ്യം വസ്ത്രങ്ങളൊക്കെ മാറ്റി. വസ്ത്രം മുഴുവനും ചോരയായിരുന്നു. ഉടനെ തന്നെ ട്യൂബ് പൈൽസിനുള്ളിലേക്ക് കണക്ട് ചെയ്തു. ആ ട്യൂബ്, അതിന്റെ പേരെന്താന്ന് വെച്ചാൽ സ്മൂത്ത്. ആ ട്യൂബ് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് ഭേദമായി വന്നു. എങ്ങനെ വന്നു, എന്തിനു വന്നു എന്നറിയാതെ ഈ അപകടകരമായ ക്യാൻസർ മൂർത്തിയുടെ ജീവിതത്തിലേക്ക് വളരെ പെട്ടെന്ന് കടന്നു വന്നു. അപ്പോ ഈവനിങ് ഹോസ്പിറ്റലിൽ പോയി. അവരെല്ലാ ടെസ്റ്റുകളും ചെയ്തു നോക്കിയിട്ട് അവര് പറഞ്ഞു, ഇത് സാധാരണ ബ്ലീഡിംഗ് അല്ല, പൈൽസുമല്ല എന്ന്. ദിസ് ഈസ് വോളി പി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഒരു ടെസ്റ്റ് ചെയ്യണമെന്നും പറഞ്ഞു. കൊളൻസ്കോപ്പി എന്നൊരു ടെസ്റ്റ്. അത് എടുത്തതിന് ശേഷം ബയോപ്സി ചെയ്യണമെന്ന് ഞങ്ങളോട് അവർ പറഞ്ഞു. ആ റിപ്പോർട്ട് വന്നു. അവരുടെ പരിശോധനയ്ക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയൊക്കെ എടുത്തു. എന്നിട്ടത് ലാബിലേക്ക് കൊടുത്തയച്ചു. ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് റിപ്പോർട്ട് വന്നു. അതില് കല്ല് പോലുള്ളൊരു ട്യൂമറാണെന്നാ പറഞ്ഞത്. അത് ട്യൂമർ തന്നെയാണെന്ന് ഉറപ്പിച്ചു. ഞങ്ങളെ നോക്കിയ ഡോക്ടർ എന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ ഓങ്കോളജിസ്റ്റിനെ റെഫർ ചെയ്യാം, നിങ്ങൾ അവരെ പോയി ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒരു പെറ്റ് സ്കാൻ ചെയ്തതിന് ശേഷമാണ് പറഞ്ഞത്. ഓങ്കോളജിസ്റ്റ് നിർദ്ദേശിച്ച ബയോപ്സി ടെസ്റ്റിലൂടെയാണ് ഇദ്ദേഹത്തിന് റെക്ടൽ ക്യാൻസർ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത്. ശരീരമാസകലം പെറ്റ് സ്കാൻ എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ പെറ്റ് സ്കാനും ചെയ്ത് ഞങ്ങൾ അങ്ങോട്ട് പോയി. ഇപ്പൊ ഈ അടുത്ത് ഡിസംബറിലാണ് ചെയ്തത്. ആ പെറ്റ് സ്കാൻ ചെയ്തതിന് ശേഷം റിപ്പോർട്ടുകളെല്ലാം അവരെ കൊണ്ടുപോയി കാണിച്ചു. അതിനുശേഷം ഇവിടെ അടിവയറിന് തൊട്ട് താഴെ, ഏതാണ്ട് ഈ പോർഷനില് അവിടെയായിട്ട്, ആ സ്ഥലങ്ങളിൽ മുഴുവനായിട്ട്, അവിടെ മൊത്തം ഒരു 5 സ്ഥലത്തായിട്ട് ഇത് ഒരു ഇഞ്ചക്ഷൻ കുത്തി നോക്കിയായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്തായിരുന്നു മൊത്തത്തിൽ 5 പ്രാവശ്യം. അതിൽ നിന്നെടുത്ത ആ ഫ്ലൂയിഡ്സ് എല്ലാം കൂടി ബയോപ്സിക്ക് കൊടുത്തയച്ചു. ഡിസംബർ അവസാനമായപ്പോൾ റിസൾട്ട് വന്നു. അപ്പോഴാണ് പറഞ്ഞത് ഇത് റെക്ടൽ ക്യാൻസർ ആണെന്ന്. അപ്പോ അവിടെ ഒരു അമ്മയുണ്ടായിരുന്നു എൻ്റെ അടുത്തായിട്ട്. അമ്മ എന്നെ നോക്കിയിട്ട്, അപ്പോ ഏത് സ്റ്റേജിലുള്ളതെന്ന് സ്റ്റേജ് ഒന്നും പറഞ്ഞില്ല. ഫസ്റ്റ് സ്റ്റേജ് ആണോ 3rd സ്റ്റേജ് ആണോ, പക്ഷേ ഇത് ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അത് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ക്രിട്ടിക്കലാണ്, ക്രിട്ടിക്കൽ കണ്ടീഷനാ ഉള്ളതെന്ന്. അദ്ദേഹത്തോട് ക്യാൻസർ ആണെന്ന് പറഞ്ഞതിന് ശേഷം മൂർത്തി സർജറിയോ അല്ലെങ്കിൽ കീമോതെറാപ്പിയോ ചെയ്യുന്നതിന് സാധ്യമല്ലെന്ന് തീർത്തു പറഞ്ഞു. ഓപ്പറേഷൻ എന്ന് കേട്ടാൽ തന്നെ എനിക്ക് വളരെ പേടിയാ. ഈ പ്രായത്തിൽ എനിക്ക് ഓപ്പറേഷൻ വേണ്ടാന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് പോലെ വെളിയിൽ കുറെ കെട്ടിവെക്കും. ബാത്റൂമിൽ പോകുമ്പോ പിന്നെ ഒരാളുടെ സഹായം വേണം. അതൊക്കെ ബുദ്ധിമുട്ടാ. അതുപോലെ ഈ പ്രായത്തിൽ എനിക്ക് കീമോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു.
പക്ഷേ 6 മാസത്തെ റേഡിയേഷൻ അദ്ദേഹം സമ്മതിച്ചു. കൂടാതെ ഒരു തവണ കീമോയും ചെയ്തു നോക്കാമെന്ന് അദ്ദേഹം ബന്ധുക്കളോട് പറഞ്ഞു. ആദ്യത്തെ കീമോ കൊടുത്തപ്പോൾ തന്നെ മൂർത്തിക്ക് വലിയ ക്ഷീണമായി. ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു റേഡിയേഷൻ ചെയ്യാന്ന്. 6 മാസത്തേക്ക്, മൊത്തത്തിൽ 6 മാസം. ഈ വർഷം ജനുവരിയിലാ തുടങ്ങിയത്. പിന്നെ ജനുവരി 15-ന് ശേഷം കീമോ ചെയ്തായിരുന്നു. ചെയ്തു നോക്കാന്ന് വിചാരിച്ച ആദ്യത്തെ കീമോ ചെയ്തേ. ആദ്യത്തെ കീമോ ചെയ്ത മുടി കൊഴിയും എന്നൊക്കെ പറഞ്ഞായിരുന്നു അവർ. എന്നിട്ട് രണ്ടാമത്തെ കീമോ ചെയ്തു. അതുവരെയൊന്നും കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല, യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം എനിക്ക് വലിയൊരളവിൽ താങ്ങാൻ പറ്റാത്ത പോലെ ഒരു സ്റ്റൊമക് പെയിൻ, എന്നെക്കൊണ്ട് എഴുന്നേറ്റൊന്ന് തിരിയാൻ പറ്റാത്ത പോലെ. പിന്നെ ഛർദിക്കാനും തുടങ്ങി. ഒരു ഭക്ഷണവും ദഹിക്കുന്നില്ല. അതിനുശേഷം ഡയറി ആരംഭിച്ചു, അതും അൺകൺട്രോളായിട്ട്. അതിനുശേഷം ഹോസ്പിറ്റലിൽ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരവസ്ഥയിലായിരുന്നില്ല. എനിക്കുണ്ടായിരുന്ന പ്രശ്നം, ഞാൻ ബാത്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ മോശം വന്നിരുന്നു. അതിനുശേഷം വേറൊരു വഴിയില്ലാത്തതിനാൽ ഹോസ്പിറ്റലിൽ പോയിട്ട് അവിടുന്ന് മരുന്ന് കഴിച്ചു. എന്നിട്ടും അതിന് ഡയറിയൊക്കെ ഒരു മാറ്റം ഉണ്ടായില്ല. അത്രയും കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ ഈ നരകത്തിൽ നിന്ന് പുറത്തുവരാൻ മറ്റൊരു വഴിയില്ലെന്ന് ചിന്തിക്കുമ്പോഴാണ് സൈഡ് എഫക്ട്സ് ഇല്ലാത്ത ആയുർവേദ മരുന്ന് ഉപയോഗിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത്. യൂട്യൂബിലും ഗൂഗിളിലും സെർച്ച് ചെയ്തിട്ട് ഹൈദരാബാദിൽ പുനർജൻ ഹോസ്പിറ്റലിൽ ക്യാൻസറിന് വളരെ നല്ലൊരു ആയുർവേദ മെഡിസിൻ ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ് മൂർത്തിക്ക് പുതിയൊരു ജീവിതം തുടങ്ങാൻ സാധിച്ചത്. അപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ഡോക്ടർ രാമൻ റാവു കാണാൻ വന്നത്. എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ. ഈ കീമോ കൊണ്ട് ഒരു കാര്യമില്ല, ഈ പ്രായത്തിൽ ഇത് ബുദ്ധിമുട്ടാണെന്നും ഉടനെ തന്നെ നിങ്ങൾ ആയുർവേദ ചികിത്സ തുടങ്ങണമെന്നും പറഞ്ഞു. അപ്പോൾ ആയുർവേദിക് ചികിത്സ എവിടെയാണെന്ന് ഗൂഗിളിൽ ഞങ്ങൾ നോക്കി. ബെസ്റ്റ് ക്യാൻസർ ഹോസ്പിറ്റൽ ആയുർവേദം എന്ന് നോക്കിയപ്പോൾ ഉടനെ തന്നെ പുനർജൻ ആശുപത്രിയെക്കുറിച്ച് അറിഞ്ഞു. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നു, ഫോൺ നമ്പർ ഉൾപ്പെടെ എല്ലാം. അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം നോക്കി. ഫെബ്രുവരി 16-ന് എൻ്റെ 2 പെൺമക്കളും അങ്ങോട്ട് പോയി. ഡോക്ടറെ പോയി കണ്ടു. എല്ലാ റിപ്പോർട്ടും കാണിച്ചു കൊടുത്തു. മെയിനായിട്ട് ആ പെറ്റ് സ്കാനാണ് കാണിച്ചു കൊടുത്തത്. രണ്ടാമത്തെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ ബയോപ്സിയും നോക്കിയപ്പോൾ പിന്നെ കൺഫേം ആയി. പിന്നെ പെറ്റ് സ്കാനൊക്കെ നോക്കിയിട്ട് അവർ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, ഈ മരുന്നൊക്കെ നിങ്ങൾ മുടങ്ങാതെ കഴിക്കണം, ഡോസ് എത്ര എന്നൊക്കെ പറയുകയും ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രം ഫോൺ ചെയ്ത് പറയണമെന്നും പറഞ്ഞു. എന്നിട്ട് മരുന്ന് കഴിക്കണമെന്നും പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. എന്നാൽ എനിക്ക് 5 മാസമായിട്ട് ഒരു കുഴപ്പവുമില്ല, ഞാൻ ഫോണും ചെയ്തില്ല. ഈ മരുന്ന് ഞാൻ ഫെബ്രുവരി 17-ാം തീയതി കഴിക്കാൻ തുടങ്ങിയതാ. ഫെബ്രുവരി 16-ന് അവർ വാങ്ങിയിട്ട് വന്നത്. ഫെബ്രുവരി 17-ാം തീയതി ആ മരുന്ന് കഴിക്കാൻ തുടങ്ങിയത്. അത് 1 മാസം കഴിച്ചു. കഴിച്ചതിന് ശേഷം എൻ്റെ എല്ലാ എനർജിയും തിരിച്ചു കിട്ടി. പിന്നെ രണ്ടാമത്തെ പ്രാവശ്യവും മരുന്ന് വാങ്ങിക്കൊണ്ടുവന്നു. അത് മാർച്ചിലായിരുന്നു. അതും കഴിച്ചു. ഇപ്പൊ എനിക്ക് യാതൊരു കുഴപ്പവുമില്ല, ഞാൻ ഊർജ്ജസ്വലനാ. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലെ ആയുർവേദ മരുന്ന് വെറും 5 മാസത്തിനുള്ളിൽ ഉപയോഗിച്ചതുകൊണ്ട് മാത്രം വളരെ നല്ലൊരു റിസൾട്ട് കിട്ടി. ആയുർവേദത്തിലൂടെ ക്യാൻസർ എന്ന മഹാരോഗം മൂർത്തിയിൽ നിന്നും പോയി. ഓഗസ്റ്റിൽ എല്ലാ ടെസ്റ്റും എടുത്തിട്ട് വന്ന മൂർത്തിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും ക്യാൻസറിൽ നിന്നും മുക്തി നേടാനും അങ്ങനെ പുതിയൊരു ജീവിതം തുടങ്ങാനും സാധിച്ചു. VSR മൂർത്തിയുടെ ഭാര്യ വിശാലാക്ഷി സംസാരിക്കുന്നു. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ അവർക്ക് ചെയ്ത ഉപകാരം ഒരിക്കലും മറക്കില്ലെന്ന് നന്ദിയോടെ അവർ പറയുന്നു. എന്റെ പേര് വിശാലാക്ഷി. എന്റെ ഭർത്താവിന്റെ പേര് VSR ശ്രീരാമമൂർത്തി. എന്റെ ഭർത്താവ് ആയുർവേദ ചികിത്സ തുടങ്ങിയപ്പോ തന്നെ നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇപ്പൊ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ അദ്ദേഹത്തിന് തനിയെ ചെയ്യാൻ പറ്റുന്നുണ്ട്. പൂജ ചെയ്യാനും എല്ലാ കാര്യങ്ങളും പറ്റുന്നു. നിങ്ങളുടെ ഡോക്ടേഴ്സിനും ഹോസ്പിറ്റലിനും ജയ്. ഇനിയും ഒരുപാട് പേര് വരട്ടെ നിങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക്. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുക. അദ്ദേഹത്തിന്റെ മൂത്ത മകൾ പറയുന്നു. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിൽ ചികിത്സ തുടങ്ങിയപ്പോ തന്നെ 1 മാസത്തിനുള്ളിൽ അവർക്ക് നല്ല മാറ്റമുണ്ടായെന്ന്. അച്ഛന് ഒരു പുതിയ ജീവിതം നൽകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അവർ പറയുന്നു. ഹോസ്പിറ്റലിനോടുള്ള നന്ദി അവർ അറിയിക്കുന്നു. കീമോ അദ്ദേഹത്തിന് താങ്ങാൻ പറ്റാതെ ഭയങ്കര സീരിയസ് ആയിപ്പോയി. അവസാനം ഡൈപ്പറൊക്കെ ഉപയോഗിച്ച് ഒരു കൊച്ചു കുട്ടിയെ നോക്കുന്ന പോലെയായിരുന്നു. അങ്ങനെ ഏറ്റവും അവസാന സമയത്തായപ്പോഴേക്കായിരുന്നു അച്ഛൻ യൂട്യൂബില് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും ഇങ്ങോട്ട് എത്തിയതും. അത് എത്ര ദൂരമായാലും കുഴപ്പമില്ലെന്ന് ഞങ്ങൾ വിചാരിച്ചു. എന്റെ അച്ഛന് ആൺകുട്ടികളില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ ചേച്ചി അച്ഛനും കൂടി ഇങ്ങോട്ട് വന്നു. പക്ഷെ ആ സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടേഴ്സ് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. ഇതെല്ലാം പൂർണ്ണമായി മാറ്റാൻ പറ്റുമെന്ന് ഉറപ്പും പറഞ്ഞു. ദൈവം കൂടെ ഉണ്ടാവുമെന്നും പറഞ്ഞ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. അച്ഛൻ മരുന്നുകൾ കഴിച്ചു തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴേക്കും വ്യത്യാസം അറിയാനുണ്ടായിരുന്നു. ഞാൻ അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ 2 മാസം കൂടെ തന്നെയായിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അച്ഛന് ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരുന്നു. അച്ഛന്റെ സ്കിന്ന്, ആറ്റിറ്റ്യൂഡ്, ഇതിനെല്ലാം ഒരുപാട് മാറ്റം വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അച്ഛന് ഉറപ്പ് നൽകി എല്ലാം മാറുമെന്ന്. അതെന്താന്ന് വെച്ചാൽ അച്ഛൻ എല്ലാ ജോലിയും ചെയ്യാൻ തുടങ്ങി. ക്യാൻസർ മുഴകള് ഒരിക്കലും നമ്മെ വിട്ടു പോവില്ല. പക്ഷേ ദൈവം നമുക്ക് ഒരുപാട് മരുന്നുകളെ കാണിച്ചു തരുന്നുണ്ട്. ഞങ്ങളിപ്പോ ശരിക്കും ദൈവത്തിന്റെ സ്ഥാനത്താണ് ആ ഡോക്ടറെ കാണുന്നത്. താങ്ക്സ് ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. അദ്ദേഹത്തിന്റെ മറ്റൊരു മകളുടെ വാക്കുകൾ കേൾക്കാം. എന്റെ പേര് ഉമാ മഹേശ്വരി. എന്റെ അച്ഛനാണ് VSR മൂർത്തി. അച്ഛന് കീമോ കൊടുത്തപ്പോ തന്നെ അച്ഛൻ വളരെ ഡൗൺ ആയി. എന്റെ അച്ഛനാണോ ഇതെന്ന് തന്നെ എനിക്ക് തോന്നിപ്പോയി. ആ സമയത്ത് എന്റെ അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ടു കീമോ കൊടുത്തതുകൊണ്ട് മാത്രം. അച്ഛൻ ആളാകെ മാറിപ്പോയി. എന്റെ അച്ഛനാണോ എന്ന് പോലും എനിക്കപ്പോ തോന്നി. ഈ ആയുർവേദ ഹോസ്പിറ്റല് ഞങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് അവിടുത്തെ മരുന്ന് കഴിച്ചതിന് ശേഷം എന്റെ അച്ഛന് നല്ല, അതായത് ആദ്യം എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പൊ അച്ഛൻ അതേപോലെ തന്നെയായി. നല്ല ആക്റ്റീവായിട്ടുണ്ട് അച്ഛൻ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഈ ആയുർവേദ മെഡിസിൻ കഴിച്ചപ്പോൾ മാത്രമാണ്, അതായത് എന്റെ അച്ഛൻ പഴയ നിലയിലോട്ട് വരുമെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ഈ മരുന്ന് കഴിച്ചതിന് ശേഷം എന്റെ അച്ഛന് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി. ഈ ബെസ്റ്റ് മെഡിസിൻ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 10 പേരോട് പറയാറുണ്ട് ഇവിടുത്തെ മെഡിസിൻ വളരെ നല്ലതാണ്, എന്തായാലും നിങ്ങൾ അവിടേക്കൊന്ന് കൊണ്ടുപോകൂ എന്ന്. ഇതുപോലൊരു ഹോസ്പിറ്റല് ഹൈദരാബാദിലുണ്ട്, അതും ക്യാൻസറിന് വേണ്ടി മാത്രം. പോയാൽ വളരെ നല്ലതാ, നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. ഞങ്ങളത് എല്ലാവരോടും പറയും. പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിന് ഞങ്ങളുടെ താങ്ക്സ്, ഒരുപാട് താങ്ക്സ്. ഒരുപാട് പേരുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് എത്രയോ കുടുംബങ്ങളിലേക്ക് വെളിച്ചം പകർന്നുകൊണ്ടിരിക്കുകയാണ് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. VSR മൂർത്തിയുടെ ജീവിതത്തിൽ വെളിച്ചം പകർന്ന് അവരുടെ കുടുംബത്തിലുള്ളവരുടെ ഭയവും മാറ്റി അവരെ സന്തോഷത്തിൽ എത്തിച്ചിരിക്കുകയാണ് പുനർജൻ ഹോസ്പിറ്റൽ. മൂർത്തിയുടെ ഭാര്യയുടെ സംസാരത്തിൽ ജയ് പുനർജൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആയുർവേദത്തിന്റെ മഹത്വത്തെപ്പറ്റി ലോകത്തുള്ള എല്ലാ മനുഷ്യരോടും വിളിച്ചറിയിക്കുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ ഇത്രയും നേരം കണ്ടത് VSR മൂർത്തിയുടെ അതിജീവനത്തിന്റെ കഥയാണ്. ജീവിതത്തിൽ പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നതാണ് ഈ ഓരോ വിജയകഥകളും.